ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഓറഞ്ചിൽ നിന്ന് ട്രക്ക് പിക്ക് ചെയ്ത് ട്രെയിലർ നോർത്ത് യോർക്കിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നു മോൺട്രിയലിൽ. ഇന്നിപ്പോൾ സമയം രാത്രി 8:45. നമ്മൾ വൈകിട്ട് 5 മണിയായപ്പോൾ യാർഡിൽ വന്ന്, പക്ഷേ ട്രക്ക് റെഡി ആയിട്ടില്ലായിരുന്നു. ഈ ട്രക്ക് എന്ന് പറയുന്നത് ഫ്രൈറ്റ് ലൈനർ കൊറനാഡോ മോഡലാണ്. ഏതാണ്ട് ഫ്രൈറ്റ് ലൈനർ ലോങ് നോസ് ആയിട്ട് വരും. പുതിയ ഒരു ലോങ് നോസ് എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ മറ്റേ ഹൈവേ ട്രക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും മിച്ചിയുടെ ഒരു പീറ്റർബിൽറ്റ് കെൻവർത്തിൻ്റെ ഒരു ഏകദേശം ഒരു ഇത് റിസംബിൾ ചെയ്യുന്നത് ഇതാണ്, കൊറനാഡോ മോഡലാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് ഇന്ന് ഓടിക്കാൻ പോകുന്നത്. ഈ വണ്ടി എൻ്റെ കൈ കിട്ടിയിട്ട് ഇപ്പോൾ 5-6 മിനിറ്റ് ആകുന്നേ ഉള്ളൂ. നമ്മൾ ലിറ്ററലി ഓറഞ്ചിൽ തന്നെയാണ് യാർഡ്. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ട്രെയിലർ പിക്ക് ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന 5 മണിയാണ്. ഇപ്പം തന്നെ ഭയങ്കര ലേറ്റാണ്. വണ്ടിക്ക് കുറേ പണികളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കമ്പനി കയറിയത്. കമ്പനി കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മാനുവൽ ട്രക്ക് ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനി പറഞ്ഞു ഫോർ ഷുവർ, വൈ നോട്ട്, ഒരു കൊറനാഡോ ഉണ്ട്, വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഓടിക്കാമെന്ന് പറഞ്ഞു. ഈ വണ്ടി ഇതിനു മുന്നേ ഓടിച്ചിട്ടില്ല. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു ഓടിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് അസൈൻ ചെയ്തു. ഇന്ന് യാർഡിൽ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി, ട്രാക്ടർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് മനസ്സിലാക്കണത് ഇത് വണ്ടി വർക്ക്ഷോപ്പിലാണ്, വണ്ടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെക്കാനിക്കിനായിട്ട് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മെക്കാനിക്ക് പറഞ്ഞു ഇതിൻ്റെ പ്രീവിയസ് ഡ്രൈവർ, അതായത് ട്രാൻസ്മിഷൻ മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് അത് മോൺട്രിയിൽ പോയപ്പോഴത്തേനും അവിടെ വെച്ച് ട്രാൻസ്മിഷൻ അടിച്ചു പോയി. അവിടുന്ന് ടോ ചെയ്തുകൊണ്ട് വണ്ടി ഇട്ടേക്കുന്നതായിരുന്നു. ട്രാൻസ്മിഷനെല്ലാം വെച്ച് വണ്ടി ചെറിയൊരു ട്രയൽ റൺ സിറ്റി ബ്രാംപ്ടൺ വരെ ഒന്ന് പോയി തിരിച്ച് വന്നായിരുന്നു. അപ്പോൾ വണ്ടിക്ക് കുറച്ചും കൂടെ കംപ്ലയിൻ്റ് ഉണ്ട്, അത് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു, 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് ഇപ്പോഴാണ് എൻ്റെ വണ്ടി കിട്ടുന്നത്. വണ്ടി കിട്ടുമ്പോഴും വണ്ടി കംപ്ലീറ്റ്ലി പണി കഴിഞ്ഞിട്ടല്ല കിട്ടിയേക്കുന്നത്. ഈ 2 വിൻഡോ റോൾ ഡൗൺ ആകത്തില്ല. അപ്പോൾ അതിൻ്റെ മോട്ടറിൽ അടിച്ചു പോയി. ഇപ്പോൾ പാർട്സ് എല്ലാം വരുന്നുള്ളൂ. അപ്പം മെക്കാനിക്ക് ഇതിൻ്റെ മുതലാളിനെ വിളിച്ചാൽ മുതലാളി നേരിട്ട് ഇന്ന് പാർട്സ് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു നാളെ. അപ്പം ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇപ്പം ഞാൻ ഓടിക്കുമ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലാവില്ല എന്തേരെ ഇനി വണ്ടിക്ക് ബാക്കി പണികൾ എന്തേരെ ഉണ്ടെന്ന്. അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ ചേർത്ത് പിന്നെ വണ്ടി ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഈ ട്രക്കിൻ്റെ അവസ്ഥ. അകം ഫുള്ള് നല്ല അലമ്പാണ്. താഴെയാണ് കിടക്കാൻ മറ്റേ മാട്രസ് ഇല്ല. എന്ത് ചെയ്യും മല്ലയ്യ. മുകളിലൊരു മാട്രസ് ഉണ്ട്, മിക്കവാറും താഴേക്ക് എടുത്തിടേണ്ടി വരും. ഇത് ട്രാൻസ്മിഷനൊക്കെ സ്ലിപ്പാകുന്നുണ്ട്. ഗിയറിൽ വീണിട്ടും എനിക്കറിയിട്ടില്ല. ആകെ ഒരു 10 മിനിറ്റ് ആയപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഓടട്ടെ വണ്ടി. എന്നിട്ട് ഞാൻ ഒന്നൊരു ഫീഡ്ബാക്ക് നോക്കട്ടെ വണ്ടിയുടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പല സ്വിച്ചുകളും പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്വിച്ചുകൾ എനിക്കറിയാം. വൈപ്പർ ഞാനൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് വണ്ടി എടുത്തത്. ഇപ്പോൾ പെട്ടെന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ വൈപ്പർ ഇടാൻ സ്വിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു ഊമ്പിയ ഹെഡ്ലൈറ്റാണ്, മഞ്ഞ ലൈറ്റാണ്, അതിനൊട്ടും വെട്ടമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവസാനം തപ്പി കണ്ടുപിടിച്ച് കിട്ടി. ഫോഗ് ലാമ്പിൻ്റെ വെട്ടത്തിലാണ് ഈ സാധനം ഓടുന്നത്. അതും നല്ല പവർഫുൾ സാധനമാണ് ഇതിൻ്റെ ഫോഗ് ലാമ്പ്. അപ്പുറം നിൽക്കുന്നതിൻ്റെ കണ്ണിലേക്ക് തുളച്ച് കയറും. എന്നിരുന്നാലും നമുക്ക് നോക്കാം. എന്തായാലും കസ്റ്റമായിട്ട് കൊണ്ടുനടന്നൊരു വണ്ടിയായിരുന്നു. പിന്നെ അറിയത്തില്ല, ഡ്രൈവർമാർ മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി അലങ്കോലമായി വണ്ടി. അതിൻ്റെ ഗിയറൊക്കെ ട്രാൻസ്മിഷൻ സ്റ്റിക്ക് കണ്ടില്ലേ, ഇതൊക്കെ നല്ല പൊക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു എന്താണ് ഒരു ഡ്രൈവിംഗ് ഫീല് കിട്ടുന്നുണ്ട്. പക്ഷേ വണ്ടി ടോട്ടലി ഫുള്ളി നമ്മൾ നല്ല മെയിൻറ്റെയിൻഡ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഏതായാലും നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്തായാലും മോൺട്രിയിൽ പോയി അവിടെ സ്ലീപ്പ് ഇടുമല്ലോ. അപ്പം വണ്ടി ഒന്ന് ബേസിക് ഒരു വൃത്തിയാക്കണം. ഫുള്ള് പൊടിയും പരിപാടിയൊക്കെയാണ്. ഒരു ബേസിക് വൃത്തി അങ്ങ് ചെയ്യണം. അപ്പോൾ നമ്മളെന്തായാലും ട്രെയിലർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ലേറ്റാണ്. വൈകിട്ട് 5:30 ആയപ്പോൾ ട്രെയിലർ ലോഡഡാണ് അവിടെ. നമ്മൾ നല്ല ലേറ്റാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നറിയത്തില്ല കേട്ടോ. ഡിസ്പാച്ച് കണാണെന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ട്രക്ക് കിട്ടിയാലല്ലേ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്പീക്കറുകളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതിനകത്തെ പല ലൈറ്റുകളൊന്നും, ഗേജസിൻ്റെ അകത്ത് ലൈറ്റൊന്നും മറക്കാവുന്നില്ല. എന്തായാലും കല്ലി. പിന്നെ ഇതിന് ഡെഫ് റിമൂവ് ചെയ്തേക്കുന്നതാണ്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. വൺ ലെസ് തിങ് ടു വറി അബൌട്ട്. ഇതിൻ്റെ ലോഗ് ബുക്ക് ഒമ്നി ട്രാക്കിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ട്രക്കിലും ഈ സാധനം ഈ ELD-യിലാണ് ഓടുന്നത്. എനിക്കറിയത്തില്ല, മിക്ക ട്രക്കുകളുടെയും പുറത്ത് സ്റ്റിക്കറുണ്ട്. ഒമ്നി ട്രാക്കിൻ്റെ സ്റ്റിക്കർ കിടപ്പുണ്ട്. അപ്പം ഇതാണ് ഒമ്നി ട്രാക്ക് എന്ന് പറയുന്ന സാധനം. ഭയങ്കര കൺഫ്യൂസിങ് ആണ്.
ശരിക്കും പറഞ്ഞാൽ കമ്പനി യാതൊരുവിധ ഇൻഫർമേഷൻ തന്നിട്ടില്ല കേട്ടോ. എങ്ങനെ യാർഡിൽ എങ്ങനെ എൻ്റർ ചെയ്യണം, യാർഡിൻ്റെ ഗേറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യണം, അവിടെ ചെന്ന് ആരോട് സംസാരിക്കണം, ഇതെല്ലാം ഞാൻ തന്നെ തപ്പി കണ്ടുപിടിക്കിയത്. അതുപോലെ തന്നെ ഏത് ELD ആണ് വരുന്നത്, ഏത് ELD ആണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടുകാരുടെ കമ്പനിയാണ്, ഞാനിത് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പിന്നെ വണ്ടി അൺലോക്കാന്ന് മെക്കാനിക്ക് പറഞ്ഞു 130-140 അടിച്ചു വിട്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ കമ്പനിയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം എനിക്കുള്ള റിവാർഡ് വെയിറ്റിംഗ് ആയിരിക്കും. കാരണം നമ്മുടെ ഫുഡിൻ്റെ ഒക്കെ അവിടെ 2 മിറർ ഉണ്ടാകേണ്ടതാണ്, പക്ഷേ അതൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് എൻ്റെ റൈറ്റ് സൈഡിൽ ആ മൂട്ടി നിൽക്കുന്ന ആരെയും എനിക്ക് കാണത്തില്ല. അതൊരു വൻ ടാസ്ക്കാണ്. പറഞ്ഞില്ല, എന്തായാലും കുറച്ച് സമയം എടുക്കും. എന്നാലും കൊള്ളാം വണ്ടി. സോ ഫാർ സോ ഗുഡ്. ഒരു വൃത്തിയുടെ പരിപാടി ഒഴിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. നമ്മുടെ ഇന്നലെ രാത്രി ഇറങ്ങിയ ട്രിപ്പ് ഏകദേശം മോൺട്രിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ക്യൂബക്ക് ബോർഡറിൻ്റെ അവിടെ കയറി ഉടനെ തന്നെ ഒരു സ്കെയിൽ ഉണ്ടായിരുന്നു. അവിടെ കിടന്ന് ഒന്ന് ഉറങ്ങി. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ അതേ സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. നമുക്ക് 7 മണിക്ക് തന്നെയായിരുന്നു പിക്കപ്പ് പറഞ്ഞിരുന്നത്. ബട്ട് നമ്മളിനി എത്താൻ പോകുന്നത് 8 മണിയാകുമ്പോഴേ നമ്മളവിടെ എത്തുള്ളൂ. കണ്ണെല്ലാം വിങ്ങിയിരിക്കുക. ഉറക്കത്തിൽ നിന്ന് ഏറ്റു നേരെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും പിന്നെ ഉറക്കം മാറ്റാം. എനിക്ക് ഇപ്പോഴും ഉറക്കക്ഷീണമുണ്ട്. അപ്പം എന്തായാലും അത് ഡെലിവറി ചെയ്തിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം. അപ്പം ഇതാണ് മോൺട്രിയൽ ട്രാഫിക്. Behind the building there, back up to the dock. There's 2 doors, you pick the one you want. Is that not waiting? No. Okay. So you can back up to the dock, it doesn't matter which one. If there's 2 doors, pick the one you want.
സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.